അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ പിടികൂടി ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനായി മൂന്നാമത്തെ കുങ്കിയാനയെയും അതിരപ്പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. 3 കൊമ്പന്മാരെയും വെറ്റലപ്പാറ PCK എസ്റ്റേറ്റിൽ താമസിപ്പിക്കും. പ്രത്യേക സ്ഥലം കണ്ടെത്തി ഫെൻസിംഗ് വാൾ തീർക്കും. അതേസമയം കോടനാട് അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്തുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, മസ്തകത്തിലുള്ളത് ആഴമേറിയ മുറിവാണ് ആനയുടെ. കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് ഈ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കുങ്കിയാനകളെ അടക്കം എത്തിച്ചിട്ടുണ്ട് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട്. ഇനി വനംവകുപ്പിന്റെ മുന്നോട്ടുള്ള നീക്കം എങ്ങനെയാണ്? സേതു, ചികിത്സാ നടപടികൾ വേഗത്തിലാക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇനി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 3 കുങ്കിയാനകളെയും കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും വിക്രമിനെയും വനവകുപ്പ് ഇവിടെ എത്തിച്ച് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ഇവിടെ ഇപ്പോൾ ഉള്ളത് പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലെ വെറ്റിലപ്പാറ എസ്റ്റേറ്റിലെ 17ാം ബ്ലോക്കിലുള്ള അങ്കനവാടി പരിസരത്താണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നത്, അതായത് വന്യജീവി ആക്രമണവും അതോടൊപ്പം തന്നെ മറ്റ് കാട്ടാനകളുടെ ശല്യവും നിരന്തരമായി ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ആനകൾക്കും കുങ്കിയാനകൾക്കും സുരക്ഷ ഒരുക്കുന്നതിനായി ഫെൻസിംഗ് വാളുകളടക്കം തീർത്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കുങ്കിയാനകളുടെ പാപ്പാന്മാരും അടക്കമുള്ള ആളുകളെല്ലാം മുഴുവൻ സമയവും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ആനകൾക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ മറ്റും ചെയ്യുന്നത്. മറുവശത്ത് മുറിവേറ്റ കൊമ്പനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വനവകുപ്പ് പൂർത്തിയാക്കി വരികയാണ്. കോടനാട്ടെ ആനക്കൂട് അഭയാരണ്യം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തടികൾ മൂന്നാറിൽ നിന്നും എത്തിച്ച് 100-ലേറെ തടികൾ 137 തടികളാണ് ഇതിനുവേണ്ടി ആവശ്യം. ഈ ആനക്കൂടിൻ്റെ കഴകൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. ഇതിനുവേണ്ടിയുള്ള ജോലിക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നാളെ വൈകിട്ടോടുകൂടി ഡോക്ടർ അരുൺ സക്കറിയ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റന്നാൾ തന്നെ ഈ കൂട് ബലപ്പെടുത്തിയതിന് ശേഷം മറ്റന്നാൾ തന്നെ ദൗത്യം ആരംഭിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയാണ്. ആരോഗ്യസ്ഥിതി ഒരു നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുറിവിൻ്റെ ഉള്ള അനുപാതയ്ക്കോ അല്ല, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റും ഉണ്ടായിരുന്നു. അത്തരത്തിൽ മോഷണമടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആന ആരോഗ്യാവസ്ഥയിൽ മുറിവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വലിയ മാറ്റമില്ലെങ്കിലും ആന ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അതുതന്നെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഇനി ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആനയ്ക്ക് മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 24-ലാണ് മയക്കുവെടി വെച്ചത്. അത്രയും സമയം 1 മാസമെങ്കിലും ചുരുങ്ങിയതില്ലാതെ മറ്റൊരു ആനയ്ക്കും മയക്കുവെടി സാധാരണഗതിയിൽ വെക്കാറില്ല. പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതി കൂടി മോശമായ ഒരു ആനയാകുമ്പോൾ അതിന് ചില വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വനംവകുപ്പ് ആലോചിച്ചതാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ അടക്കം ഒരു യോഗം ചേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ഈ ഓപ്പറേഷനിലെ പിന്നിലുള്ള റിസ്കിനെ കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് വനംവകുപ്പിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വ്യക്തമാക്കിയത് ഈ ആനയെ പിടികൂടി തുടർച്ച ചികിത്സ നൽകുന്ന ദൗത്യം വിജയിക്കാനൊരു സാധ്യത എന്ന് പറയുന്നത് 30% മാത്രമാണ്. അത്തരം റിസ്ക് നിറഞ്ഞൊരു ഓപ്പറേഷനാണ് മുന്നിലുള്ളതെങ്കിലും അത് ഏതുവിധേനയും നടപ്പിലാക്കാനും ആനയ്ക്ക് ചികിത്സ നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഇപ്പോൾ 3 കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചു. എറണാകുളത്ത് കോടനാട്ട് കൂട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അത് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജോലികൾ തുടക്കമിട്ടിട്ടുണ്ട്. മറ്റ് സൗകര്യങ്ങൾ, അനുബന്ധ സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അരുൺ സക്കറിയയും മറ്റ് വെറ്റിനറി ഓഫീസർമാരടങ്ങുന്ന സംഘം കൂടി ഇവിടേക്ക് എത്തിയാൽ അടുത്ത ദിവസം തന്നെ ഏറ്റവും വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ദൗത്യത്തിൻ്റെതായിട്ടുള്ള മറ്റു വെല്ലുവിളികൾ കൂടിയുണ്ട്. എന്നാൽ ഇത് തുടങ്ങിയാൽ മാത്രമേ അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനാവുകയുള്ളൂ. സേതു, ശരി ലെവിൻ, വ്യക്തമാണ്.